നമസ്കാരം. ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഒപ്റ്റ്യൂസ് ആംഗിളിന്റെ ഉപയോഗം പരിശീലിക്കുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കോമ്പണൻസിന്റെ വ്യത്യസ്ത കോണുകൾ അളക്കുക. ഒപ്റ്റ്യൂസ് ആംഗിൾ സെറ്റിംഗ്സിനായി വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ റീഡ് ചെയ്യുക. ഈ നടപടിക്കാവശ്യമായ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ഫയൽസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ്, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ, anvil, surface table, angle plate, vernier height gauge, drill of various sizes, drilling machine, chuck key, small flat chisel, hacksaw blade with frame, vernier bevel protractor, vernier caliper, lubricating oil. ഒരു ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിളുകൾ അളക്കുന്നതിനുള്ള മാതൃകകൾ തയ്യാറാക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. എല്ലാ ഫേസുകളും ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 70 mm × 40 mm സൈസ് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപിൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയൽ ഉപയോഗിച്ച് അനുബന്ധമായ സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. മാതൃകകൾ തയ്യാറാക്കുന്നതിനായി മുകളിൽ സൂചിപ്പിച്ച നടപടിക്രമം ഉപയോഗിച്ച് അത്തരം 3 വർക്ക് പീസുകൾ തയ്യാറാക്കുക. വീണ്ടും ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും ക്ലീൻ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ എല്ലാ ചലിക്കുന്ന ഘടകങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ജോബ് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ മാതൃകകൾ തയ്യാറാക്കാൻ പഠിക്കാം. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 10 mm, 50 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് ബിയിൽ നിന്ന് 20 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽ ഉപയോഗിച്ച്
ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 1 ഡീബർ ചെയ്യുക. ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 226 ഡിഗ്രി പ്ലസ് 3 × 5 മിനിറ്റ് ഈസ് ഈക്വൽ ടു 226 ഡിഗ്രി 15 മിനിറ്റ്സ്. മെയിൻ സ്കെയിലിലെയും വെർനിയർ സ്കെയിലിലെയും പൂജ്യങ്ങൾക്കിടയിലുള്ള ഡിഗ്രിയിൽ മെയിൻ സ്കെയിലിലെ റീഡിംഗ് ശ്രദ്ധിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 10 mm 25 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് സിയിൽ നിന്ന് 45 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 2 ഡീബർ ചെയ്യുക. ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 33 ഡിഗ്രി 30 മിനിറ്റ്സ് പ്ലസ് 6 × 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 146 ഡിഗ്രി 30 മിനിറ്റ്സ്. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 35 mm 50 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് ബിയിൽ നിന്ന് 20 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 3 ഡീബർ ചെയ്യുക. ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക.
ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർണിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 326 ഡിഗ്രി പ്ലസ് 0 ഇൻറ്റു 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 326 ഡിഗ്രി 0 മിനിറ്റ്. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കോമ്പണൻസിൻ്റെ വ്യത്യസ്ത കോണുകൾ അളക്കുക. ഒബ്റ്റ്യൂസ് ആംഗിൾ സെറ്റിംഗ്സിനായി വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ റീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ഉപയോഗം പരിശീലിക്കുന്ന ഈ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.